ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ വ്യത്യസ്തമായ രീതിയിൽ റാഗി വെച്ചിട്ട് ഒരു അട തയ്യാറാക്കിയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ സാധാരണ അട ഉണ്ടാക്കുന്ന ആ രീതിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ റാഗി ആയതുകൊണ്ട് നല്ല ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കുക. ആദ്യം തന്നെ ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് നല്ലപോലെ ചൂടായതിന് ശേഷം അതിലേക്ക് 2-3 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു വലിയൊരു നേന്ത്രപ്പഴം, നല്ല പഴുത്ത നേന്ത്രപ്പഴം കേട്ടോ, മുറിച്ചത് ചേർത്ത് കൊടുക്കുക. നെയ്യ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിലും ചേർക്കുക. നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ഇനി ഇതിൽ കടന്നിട്ട് ഈ ഒരു നേന്ത്രപ്പഴം നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ 2 മിനിറ്റ് ആകുമ്പോഴത്തേനും നല്ലപോലെ കുക്കായി കിട്ടും. നല്ല പഴുത്ത പഴമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. നല്ലപോലെ ഉടച്ചെടുക്കണത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലപോലെ ഒന്ന് നെയ്യിൽ കടന്നിട്ടൊന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ സാധാരണ അടയൊക്കെ തയ്യാറാക്കുമ്പോൾ ശർക്കരയും തേങ്ങയൊക്കെയാണല്ലോ ചേർക്കാറ്, പഴമൊന്നും അങ്ങനെ ചേർക്കാറില്ല. അപ്പോൾ ഈ റാഗി വെച്ചിട്ട് തയ്യാറാക്കുമ്പോൾ പഴം ചേർത്തിട്ടുണ്ടെങ്കിൽ ആ റാഗിയുടെ ആ ചുവയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മാറിക്കിട്ടും. റാഗി വെച്ചിട്ടാണ് ചെയ്തെടുത്തതെന്നുള്ളതിന് അറിയില്ല കേട്ടോ. അപ്പോൾ അത്രയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പഴം ഇപ്പോൾ നെയ്യിൽ ചേർത്തിട്ട് ഇളക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 1 മിനിറ്റ് ആവാറായി. ഇനി നമുക്ക് നല്ല ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. എന്നിട്ട് കുക്ക് ചെയ്തെടുക്കാം. അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ അതാ 2 മിനിറ്റൊക്കെ ആയിട്ടോ നമ്മൾ അടച്ച് വെച്ചിട്ട്. അപ്പോഴേക്കും പഴമൊക്കെ നല്ലപോലെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു തവി വെച്ചിട്ട് നമുക്ക് ഉടച്ചെടുക്കാം കേട്ടോ. നല്ലപോലെ വെന്ത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഉടഞ്ഞു വരും. ചെറിയ പീസൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 കപ്പ് റാഗിപ്പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു നേന്ത്രപ്പഴം ചേർത്താൽ മതി കേട്ടോ. നേന്ത്രപ്പഴത്തിൻ്റെ അളവ് ചെറുതായിട്ട് കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല, ഒരിക്കലും കുറഞ്ഞു പോകരുത്. പഴം പൊടി ഒരു ലെവലിലേക്ക് വേണം നിൽക്കാൻ. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് തേങ്ങ ചിരവിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. റാഗിപ്പൊടി നമ്മൾ 1.5 കപ്പാണ് എടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. ഇനി ഈ തേങ്ങൻ്റെ ഒരു പച്ചച്ചവ മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോഴേക്ക് ഈ പഴത്തിലൊക്കെ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇതിൽ നമ്മൾ തേങ്ങ ചേർക്കുന്നത് നല്ല മൂത്ത തേങ്ങ ചേർക്കരുത്, ഒരു ഇളം മൂപ്പുള്ള തേങ്ങ മാത്രം ചേർത്താൽ മതി. സാധാരണ നമ്മൾ അട തയ്യാറാക്കുമ്പോൾ ഏത് തേങ്ങ ചേർത്താലും കുഴപ്പമില്ല അല്ലേ. അപ്പോൾ റാഗിപ്പൊടി വെച്ചിട്ട് തയ്യാറാക്കുമ്പോൾ നല്ല ഇളം മൂപ്പുള്ള തേങ്ങ ചേർക്കുക. അപ്പോഴുള്ള ഈ റാഗിപ്പൊടിയിൽ നല്ലൊരു ടേസ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. റാഗിപ്പൊടി സ്വതവേ ഒരു ചൊവ ഉണ്ടാവും. അപ്പോൾ ആ ചൊവ അറിയാതിരിക്കാനാണ് നമ്മൾ തേങ്ങയുടെയും പഴത്തിൻ്റെയൊക്കെ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. തേങ്ങയും പഴമൊക്കെ നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ശർക്കരപ്പാനിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 1.5 കപ്പോളം ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 4 അച്ച് ശർക്കരയാണ് കേട്ടോ 1.5 കപ്പ് വെള്ളത്തിൽ മെൽറ്റ് ചെയ്തത്. അതായത് കുറച്ച് വെള്ളം കൂടുതലാണ്, നമുക്ക് പൊടി ഇതിലിട്ട് ഇളക്കേണ്ടതാണ്. അപ്പോൾ അതിനനുസരിച്ചാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിന് മധുരം നല്ല മുന്നിട്ട് നിൽക്കണം കേട്ടോ, അപ്പോഴും നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഇത് നല്ലപോലെ തിളച്ച് വരണം. തിളച്ച് വന്നതിന് ശേഷം നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം. എന്നിട്ട് 1.5 കപ്പ് റാഗിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. റാഗിപ്പൊടി ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതാണ്, വീട്ടിലുണ്ടാക്കിയതാണെങ്കിലും കുഴപ്പമില്ല. നല്ലപോലെ അരിച്ചിട്ട് വേണം എടുക്കാൻ കേട്ടോ. ഇനി നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഈ റാഗി ഒന്ന് നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടണം കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് വേണം വെള്ളം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. കൈ എടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സായി കിട്ടും. അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ തന്നെ കട്ട പിടിച്ചിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇതുപോലെ ഒന്ന് കുറച്ച് വട്ടം കൂടിയ പാത്രത്തിൽ ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്കിങ്ങനെ ഇളക്കിയെടുക്കാൻ നല്ല സൗകര്യമായിരിക്കും. ഇപ്പം നമുക്ക് ചെറുതായിട്ട് വെള്ളം അധികമുള്ള പോലെ തോന്നും കേട്ടോ. അപ്പോൾ കുഴപ്പമില്ല, നല്ലപോലെ ഇളക്കിയിട്ട് ഒരു 2 മിനിറ്റ് ആകുമ്പോഴത്തേനും ഇത് വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ നല്ലപോലെ മിക്സാക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ നല്ലപോലെ ഇതൊന്ന് കുക്കായി കിട്ടും. ഏകദേശം ഒരു 2 മിനിറ്റ് മാത്രം മതി കേട്ടോ. അപ്പോഴത്തേനും ഇത് സെറ്റായിട്ട് കിട്ടും. ഇപ്പോൾ അത് അടച്ച് വെച്ചിട്ട് ഏകദേശം ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. നല്ലപോലെ കുക്കായിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു സമയത്ത് ഇത് നല്ലപോലെ ഒന്ന് പാനിൽ നിന്ന് വിട്ട് വരും കേട്ടോ. ഇത് ഇളക്കുമ്പോൾ തന്നെ അറിയാം നല്ലപോലെ പാനിൽ നിന്ന് വിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത്ര മതി കേട്ടോ. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് വെക്കാം. ഇതിലിപ്പോൾ ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ വറ്റിയിട്ടുണ്ട്. നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ചേർത്തിട്ടില്ല, നെയ്യിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ ഉണ്ട്, അപ്പോൾ അത് മതി. അപ്പോൾ നിങ്ങൾക്ക് ഇനി ആ ഒരു ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇതാ ഇവിടെ റാഗി അടക്കമുള്ള മാവ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ചെറിയൊരു ചൂടുണ്ട് കേട്ടോ, നല്ലപോലെ ചൂടാറിയിട്ടൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ചൂടിൽ നമ്മൾ തയ്യാറാക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇതിങ്ങനെ ഉരുട്ടിയെടുക്കാനൊക്കെ പറ്റും. അപ്പോൾ ഞാനിവിടെ ചെറിയൊരു വാഴയില എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കോണാക്കുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ഈ രീതിയിൽ ഞാൻ കുറച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ സാധാരണ നമ്മൾ അട ഉണ്ടാക്കണ പോലെയാണ്.
അപ്പോൾ 2 ഷേപ്പിലാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ കുറച്ചെടുത്തിട്ട് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഏതാണ് എളുപ്പമെങ്കിൽ അതിനനുസരിച്ച് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ കുറച്ച് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. പിന്നെ സാധാ നമ്മൾ വാഴയിലയിൽ അട പരത്തുമല്ലോ, അതുപോലെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ കണ്ടോ, ഇതുപോലെ കേട്ടോ ഞാൻ ആക്കിയെടുത്തിട്ടുള്ളത്. ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. എടുക്കുന്ന വാഴയില ഒന്ന് ചൂടാക്കിയെടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ കോണാക്കുന്ന സമയത്ത് ഇത് പൊട്ടി പോവില്ല. ഇത് ഇങ്ങനെ നമ്മൾ ലഡുവിൻ്റെ പോലെ ഉരുട്ടിയിട്ട് അങ്ങനെ കഴിക്കാം കേട്ടോ. നമ്മൾ ആവി കയറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ വാഴയിലയിൽ വെച്ചിട്ട് ഒന്ന് ആവി കയറ്റുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. കൂടുതൽ സമയം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 4-5 മിനിറ്റ് ആകുമ്പോഴത്തേന് നമുക്കിത് ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ റാഗി കഴിക്കാത്ത ഏത് കുട്ടികളും കഴിക്കും കേട്ടോ. നേന്ത്രപ്പഴം കൂടി ചേർത്തപ്പോൾ ഒന്നും കൂടെ നല്ല ഹെൽത്തിയാണ്. അപ്പോൾ ഇതാ മുഴുവനും നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് കോണിലും അതുപോലെ തന്നെ സാധാരണ നമ്മൾ അട പരത്തുന്ന പോലെ വാഴയിലയിൽ അങ്ങനെയും പരത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ എളുപ്പം വാഴയിൽ പരത്തിയെടുക്കുന്നത്. കോണിലൊക്കെ പരത്തിയെടുക്കുമ്പോൾ ജസ്റ്റ് ഒരു ചെറിയൊരു പണിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ സിമ്പിളായിട്ട് ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കൂടുതൽ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ വാഴയിലയിലൊക്കെ അത് ഉണ്ടാക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലപോലെ തിളച്ചിട്ടുണ്ട് കേട്ടോ. തിളച്ചിട്ട് മാത്രം വെക്കാൻ പറ്റുള്ളൂ. നല്ല ആവി കയറണം, അപ്പോഴേ ഇത് വെക്കാൻ പറ്റുള്ളൂ. പിന്നെ ഒരുപാട് എണ്ണം വെച്ച് കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ആവി കയറി മാത്രം മതിയല്ലോ. ഓൾറെഡി ഇതെല്ലാം വെന്തതാണല്ലോ. എന്നിട്ട് ഒരു 5 മിനിറ്റ് മാത്രം ഒന്ന് അടച്ച് വെക്കുക. അപ്പോൾ നമ്മൾ അടച്ച് വെച്ചിട്ട് ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ റാഗി വെച്ചിട്ടുള്ള അട ഇവിടെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടയൊക്കെ ഇവിടെ ചൂടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അവിടെ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട്. അതുപോലെ തന്നെ സ്കൂൾ വിട്ട് വരുമ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ തയ്യാറാക്കി കൊടുക്കുക കേട്ടോ. നേന്ത്രപ്പഴം റാഗിയല്ലേ, നല്ല ഹെൽത്തി ആയിരിക്കും. അപ്പോൾ ഇതുപോലെ ഒരു അട നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒരു പ്രാവശ്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മൾ സാധാരണ അടയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഫില്ലിങ്സ് ഒക്കെ വെച്ച് കൊടുത്തിട്ടല്ലേ തയ്യാറാക്കൽ. അപ്പോൾ ഇത് അങ്ങനെയൊന്നുമല്ല. ജസ്റ്റ് ഫില്ലിങ്സ് എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി വെച്ച് കൊടുത്തതാണ്. അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.